നമസ്കാരം. ഇന്നലെ വൈകിട്ട് മുതൽ കാണുന്ന ഒരു ന്യൂസാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിയും ചാറ്റും ഒരു പ്രമുഖ നടിയുടെ ചില സംഭാഷണങ്ങളും. എന്നാൽ മാധ്യമം എന്ന ഒരു സ്ഥാപനത്തിന് മാധ്യമധർമ്മം എന്നൊരു പ്രവൃത്തിയുണ്ട്. ഫേക്കായ ന്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ടാകരുത് ഒരിക്കലും മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത്. എക്സ്ക്ലൂസീവായിട്ടുള്ള ന്യൂസിന് വേണ്ടി എന്തും ഫേക്കായി പറയുന്നതായി പോയി ഇപ്പോഴത്തെ മാധ്യമം. മുമ്പ് ഗോവിന്ദച്ചാമിയെ ജയിൽ ചാടിയ സമയത്ത് ഏകദേശം 9:30 തൊട്ട് തുടങ്ങി ഗോവിന്ദച്ചാമിയെ പിടിച്ചു എന്ന്. എന്നാൽ അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പിടിച്ചത്. അതുപോലെയാണ് ഇന്ന് ഞാൻ ന്യൂസ് കണ്ടപ്പോൾ ഏകദേശം 12 മണിയോടടുത്ത് രാഹുൽ രാജിവെച്ചു, ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു, രാഹുൽ ഇമെയിൽ വഴി രാജി സമർപ്പിച്ചു എന്നെല്ലാം കണ്ടു. പക്ഷേ ഇന്ന് 1 മണി തൊട്ട് 1:30 വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വന്തം വീടിന് മുമ്പിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂടുകയും 1:30 അദ്ദേഹം രാജി പ്രഖ്യാപിച്ചു, രാജിവെക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് കൊടുത്ത ന്യൂസ് എവിടെ നിന്ന് മാധ്യമങ്ങൾക്ക് കിട്ടി? ഇപ്പോൾ രാജിവെച്ചെങ്കിൽ ആ രാജിക്കത്ത് എവിടെ? മാധ്യമങ്ങളായാൽ അത്യാവശ്യം കുറച്ചെങ്കിലും ഒരു കറക്റ്റ് ന്യൂസ് കൊടുക്കുന്ന ഒരു ധർമ്മം വേണം. ഇങ്ങനെ ഫേക്ക് ന്യൂസ് കൊടുത്തിട്ട് അവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ, തെറ്റ് ചെയ്തിട്ടില്ലേ എന്നുള്ളത് സെക്കൻഡായിട്ടുള്ള കാര്യം. നമുക്ക് പണ്ട് മുകേഷിൻ്റെ BMW പിന്നാലെ റിപ്പോർട്ടർ ചാനലുകാർ കാറും കൊണ്ടോടി അവസാനം മുകേഷിൻ്റെ കാർ പിടിക്കാൻ പറ്റാതായപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ അവതാരക പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അത് BMW ആണ്, നമ്മുടെ സാധാ വണ്ടിയാണ്. എന്നാൽ എന്തിനാണ് അവർ ആ വണ്ടിയുടെ പിന്നാലെ പോകുന്നത്? മുകേഷ് പോകുന്നതിൻ്റെ പിന്നാലെ കാർ ഓടിച്ച് പോകുന്നത് കറക്റ്റായ സംഭവമാണ്. മുകേഷ് എങ്ങോട്ട് പോകുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട്. കഷ്ടം തന്നെയാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ അവസ്ഥ. വാർത്താ ചാനലുകളുടെ എണ്ണം കൂടിയതാണ് ഇത്രയും ഫേക്കായ ന്യൂസുകളും ഇത്രയും അന്തസ്സില്ലാത്ത ന്യൂസുകളും കാണാൻ നമ്മളിടയാവുന്നത്. പണ്ട് ദൂരദർശനിൽ 15 മിനിറ്റായിരുന്നു ന്യൂസ്. ഇപ്പോൾ 24 മണിക്കൂർ ന്യൂസ് ഉണ്ടായിട്ട് പോലും അവർക്കത് പറഞ്ഞു തീരാത്ത ഒരു അവസ്ഥയാണ്. 7 മണി തൊട്ട് 7:15 വരെ ദൂരദർശനിൽ ഉണ്ടായ ന്യൂസ് എത്ര പക്വതയോടും എത്ര സത്യസന്ധമായിട്ടാണ് അവർ പറയാറുള്ളത്. ഇപ്പോഴത്തെ ന്യൂസ് ചാനലുകളെ ഓർത്ത് പുച്ഛം തോന്നുന്നു.